ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൻ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അലയുമ്പോൾ മഴപറ്റി അണയുമൻ ചാരേ. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുമൻ ചാരേ. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. അലയുന്ന തോണിയും ആഴത്തിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൻ അനന്തമാ ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളിലൊളിക്കുമ്പോൾ ഉയർന്നെ ക്ഷണിച്ചിടും സ്നേഹം. ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളിലൊളിക്കുമ്പോൾ ഉയർന്നെ ക്ഷണിച്ചിടും സ്നേഹം. കനിഞ്ഞെൻ്റെ വിരുന്നിന് മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർന്നേടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിനനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. കർത്താവിന് സ്തോത്രം. പ്രിയരെ, പ്രഭാതവേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങളും വന്ദനങ്ങളും അറിയിച്ചു കൊള്ളുന്നു. ഒരിക്കൽ കൂടി ദൈവവചനമായി കർത്താവിൻ്റെ മുൻപിലേക്ക് വരാം. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി, മനുഷ്യൻ, വിവിധ ഘടകങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പാനുണ്ട്. നമ്മുടെ ആയുഷ്കാലം മുഴുവനും പഠിച്ചാൽ തീരാത്ത വിധത്തിൽ അത്രത്തോളം അഗാധമാണ് ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം എന്നിവയുടെ ആഴമേ. ആ ജ്ഞാനം, അതേ സംബന്ധിച്ചുള്ള ഗാനമാണ് നമ്മളിപ്പോൾ പാടിയത്. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം എന്നൊക്കെയും നമ്മൾ പാടി. പ്രൈസ് ഗാഡ്. മനുഷ്യ സൃഷ്ടി അതിശയവും ഭയങ്കരവുമാണ്. ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വണ്ടർഫുള്ളി ആൻഡ് ടെറിബിളി, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇതിനെക്കുറിച്ച് ആഴത്തിൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കത് ഗ്രഹിപ്പിച്ചു തരുവാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടെ ആയിരിക്കണം പ്രിയരെ. നമ്മൾക്ക് ദൈവം ഈ ലോക ജീവിതത്തിൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം തൻ്റെ വചനങ്ങളാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുള്ളത് നിങ്ങൾ ഓർക്കണം പ്രിയരെ. അതുകൊണ്ട്
മനുഷ്യ സൃഷ്ടിപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞങ്ങ് വിടും. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി മനുഷ്യൻ ജീവനുള്ളവനായി ദേഹിയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ പഠനം. എന്നാൽ ഒരു ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ ഒരു വാക്യം കൊണ്ട് പോരാ. പ്രവാചകന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കർത്താവ് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ പരതി പരിശോധിക്കുമ്പോഴാണ് ഉപദേശത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ഈ പഠനം വലിയ ശ്രമകരമായ ഒന്നാണ് എങ്കിലും നമ്മൾക്ക് മാതൃകയാക്കണം ചില ആളുകളെ ഇതിൽ. മനുഷ്യനെ സംബന്ധിച്ച് അവഗാഹമായി പഠിച്ച വിശുദ്ധന്മാർ ബൈബിളിൽ തന്നെയുണ്ട്. അതിലേറ്റവും അഗ്രേസരൻ ആരാകുന്നു എന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസാണ്. അതുകൊണ്ട് പൗലോസായ അപ്പോസ്തലൻ ഏത് വിധത്തിലാണ് മനുഷ്യ സൃഷ്ടിയെ പരാമർശിച്ച് തിരുവെഴുത്തിൽ സംസാരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. അതിനൊരു വാക്യമുണ്ട്, ഒന്നല്ല പല വാക്യങ്ങളുണ്ട്. കൊരിന്ത്യ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് മനുഷ്യ സൃഷ്ടിയെ പരാമർശിച്ച് സംസാരിക്കുന്നത്. അതിൻ്റെ 15-ാം അധ്യായത്തിൽ കർത്താവ് തന്നിൽ കൂടി അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം, അതിൻ്റെ 45 മുതലുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 15:45 മുതൽ. ഒന്നാം മനുഷ്യനായ ആദം വളരെ സാവധാനത്തിൽ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം പ്രിയരെ. നമ്മൾക്ക് വിരസമായി തോന്നാമെങ്കിലും ഇല്ല, ഇത് ഞാൻ പഠിക്കും, മനസ്സിലാക്കും. ഇദ്ദേഹം പറയുന്നത് വല്ല വിടുവായാണോ, വേദപുസ്തകത്തിൽ ഉള്ളതാണോ എന്നൊക്കെയും നാം ചിന്തിച്ചു കൊള്ളണം. ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. പിന്നെയും താൻ വിശദമാക്കുകയാണ്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. എന്തൊരു അത്ഭുതകരമായൊരു പ്രഖ്യാപനം. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, ഒന്നാമത്തെ മനുഷ്യൻ, പിന്നെ രണ്ടാമത്തെ മനുഷ്യൻ. രണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഒന്നിച്ചാണ് കർത്താവിൻ്റെ ദാസൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണ് കൊണ്ടുള്ളവൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. കണ്ടോ, രണ്ട് മനുഷ്യർ. ഒന്നാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട, ആദമാണ്, നമ്മുടെ പൂർവികനായ അപ്പൂപ്പൻ. ഒന്നാം മനുഷ്യനായ ഈ ആദം ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. എന്നാൽ ഒരു രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ച് പൗലോസ് ദൈവാത്മാവിൽ പറയുന്നു, അദ്ദേഹം സ്വർഗത്തിൽ നിന്നുള്ളവൻ. അപ്പോൾ രണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ഇവിടുത്തെ പ്രകൃതം. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണ് കൊണ്ടുള്ള ആദമെന്ന് താൻ തന്നെ പറഞ്ഞിട്ട് പറയുകയാണ്. രണ്ടാം മനുഷ്യൻ അദ്ദേഹത്തിന് വേറൊരു പേര് കൊടുത്തു, ഒടുക്കത്തെ ആദാം, ദ ലാസ്റ്റ് ആദാം. അദ്ദേഹം സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. അദ്ദേഹം സ്വർഗീയനായിരിക്കുന്നത് പോലെ നാമും സ്വർഗീയന്മാരായിത്തീരും. നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. അപ്പോൾ നാം എല്ലാവരും ആദാമ്യ സന്താനങ്ങളാണെന്നും നമ്മളെ മണ്ണുകൊണ്ടുള്ളവരാണെന്നും, എന്നാൽ സ്വർഗീയനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപമായി നാം രൂപാന്തരപ്പെടുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്. ഒരു സംശയത്തിനും വകയില്ലാതെ ഒന്നാം മനുഷ്യനായ ആദമിനെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്നു. അദ്ദേഹം മണ്ണിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവനാണെന്ന്. അത് തന്നെയാണല്ലോ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ടാണെന്ന് സ്പഷ്ടമായിട്ട് പറയുമ്പോൾ നാം വലിയൊരു അബദ്ധം വെച്ച് പുലർത്തി അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിനെക്കുറിച്ച് പല ആളുകളും എന്നോട് ചോദിച്ചിട്ട് ഞാനതൊരു വിശദമാക്കാമെന്ന് അവരോട് സമാധാനം പറഞ്ഞു. പല ആവർത്തി ഞാൻ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് ഒന്ന് ദൈവമക്കളെ പ്രാർത്ഥനയോട് ചിന്തിക്കണം. ഒരുപാട് സമയം വേണം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും അപ്പോൾ തന്നെ ഒന്നാം മനുഷ്യനായ ആദമിനെക്കുറിച്ചും പൗലോസ് വളരെ പ്രാർത്ഥിച്ചു പഠിച്ചൊരു മനുഷ്യനാണ്. മൂന്നാം സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ടിട്ട് അവിടെ ചെന്നും കർത്താവിനോടുകൂടെ താൻ ആയിരുന്നു, സംസാരിച്ചു. പല കാര്യങ്ങളും അപ്പോസ്തലൻ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ആദമ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള വലിയൊരു സംശയം ഇന്നും മനുഷ്യ സമുദായത്തിലിരിക്കുകയാണ്. അവർ പറയുന്നത് ഒന്നാം മനുഷ്യനായ ആദം മണ്ണുകൊണ്ടുള്ളവൻ എന്നുള്ള കാര്യം അവരെവിടെയോ വിട്ടുകളഞ്ഞിട്ട് അദ്ദേഹത്തെ പറയുന്നത് അവർ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നിരവധി പേരുകൾ ഇന്നും ക്രിസ്ത്യാഗോളത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ദൈവവചനത്തിൽ നിന്ന് അവരെ പ്രസംഗവേദികളിൽ ഘോഷിക്കുന്നത് ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ നിരവധി പ്രാവശ്യം പറഞ്ഞു. പല ആളുകളും എന്നോട് കോപിച്ചു. പ്രിയരെ, ഒരു അബദ്ധം സുബദ്ധമാകുമ്പോൾ നാം അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി പ്രാർത്ഥനയോടെ നമ്മൾ പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കുന്നത്. നമ്മളത് വായിച്ച് തന്നെ നോക്കണം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആദമിനെ ദൈവം സൃഷ്ടിച്ചോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മുടെ കയ്യിൽ ബൈബിൾ ഇരിപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ അത് പ്രകടമാണ്. അത് വളരെ സ്പഷ്ടമായിട്ട് ദൈവാത്മാവ് നമുക്ക് തെര്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ശ്രദ്ധിച്ചൊന്ന് വായിക്കാം. അനന്തരം ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അവിടെ ഒരു സെമിക്കോളൻ ഇട്ടിട്ടുണ്ട്, അതാരും ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഈ വാക്യം വായിച്ചാൽ, ഈ വേദഭാഗം ഏതാനും ചില വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ വളരെ വ്യക്തമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 സൃഷ്ടിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 2 വിധ സൃഷ്ടി. ഒന്ന് അവൻ്റെ സൃഷ്ടി, ദ ക്രിയേഷൻ ഓഫ് ഹിം, ആൻഡ് ദെൻ ദ ക്രിയേഷൻ ഓഫ് ദം. ബൈബിളിൽ 5-ാം അധ്യായത്തിലും ഇതുതന്നെ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് വായിക്കാം. ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ആദാമെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എത്ര ആദം വരും? 1-ാമത്തെ ആദം, ഒടുക്കത്തെ ആദം. 2 ആദമാണ് ദൈവാത്മാവിൻ്റെ വിവക്ഷ. ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയതായി ദൈവം പറഞ്ഞിട്ട് പിന്നെ കോമയിട്ടിട്ട് വേറൊരു കാര്യം, സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു എന്നും വായിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. പിന്നീട് പറയുന്നു ഒരു സെമിക്കോണ്ട, ആണും പെണ്ണുമായി അവരെ ഉണ്ടാക്കി. എന്ത് വ്യക്തമായിട്ട് അവിടെ പറയുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ആദ്യം ഒരു മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി.
മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. ഇവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇടപെടുന്നത്. കയറി രണ്ട് മനുഷ്യൻ, ഒന്നാം മനുഷ്യൻ, രണ്ടാം മനുഷ്യൻ. രണ്ടാം മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഏകവചനത്തിലും ഒന്നാം മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ബഹുവചനത്തിലുമാണ് പറയുന്നത്. എന്താണ് അതിന് കാരണം? ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച കാര്യം പറയുമ്പോൾ തന്നെ ആദിയിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ കർത്താവ് പഠിപ്പിച്ചത്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവനെ, യേശു ക്രിസ്തുവിനെ സൃഷ്ടിച്ചു എന്ന് വ്യക്തം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സൃഷ്ടിക്കുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണെന്ന് വളരെ വ്യക്തം. ജഡിതി കൊണ്ടോ ചിന്തിക്കാതെയോ വള്ളിയും പുള്ളിയും ഗ്രാമറും ഒന്നും നോക്കാതെയോ വായിച്ചങ്ങ് പഠിച്ചു പോയതുകൊണ്ട് നമ്മൾ ആ അബദ്ധം വിശ്വസിക്കുകയാണ്. അങ്ങനെ നാം അംഗീകരിച്ചു കൊടുത്താൽ പൗലോസ് നമ്മളോട് ഒത്തുവരികയില്ല. അദ്ദേഹം പറയും, ഒന്നാം മനുഷ്യനായ ആദം, അവൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവനാണ്. അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമല്ല. എന്നാൽ രണ്ടാം മനുഷ്യനായ ആദം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഏക മനുഷ്യനാണെന്ന് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിശാചിനും ഈ സത്യം നല്ലവണ്ണം അറിയാം. ആദമിനും ഹവ്വയ്ക്കും ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും ഉണ്ടായിരുന്നുവെങ്കിൽ പിശാച് അവരോട് ചെന്ന് അവരെ വീഴ്ത്താൻ ഉപയോഗിച്ച അമ്പ് എന്തായിരുന്നു എന്ന് പഠിച്ചാൽ മതി. നിങ്ങളത് പറിച്ചു ഭക്ഷിച്ചാലുടനെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആയിത്തീരുവാൻ സാധിക്കുമെന്ന് ഒരു ഉടക്ക് ചൂണ്ടലിട്ടിട്ടാണ് ആദിമർത്യരെ അവൻ അപകടത്തിൽ അത് അവസാനിപ്പിച്ചത്. സത്യമല്ലേ? പൗലോസ് അപ്പോസ്തലൻ കള്ളം പറയുമോ? നമ്മളിനി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആയി തീരേണ്ടിയിരിക്കുന്നു എന്നാണ് ബൈബിളിലെ വാക്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ജീവിച്ചുവെന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. മരണശേഷം എന്ത് എന്നുള്ള ഒരു ഗ്രന്ഥം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രിയരെ, ഇതൊക്കെ എൻ്റെ അഭിപ്രായമല്ല. വാക്യം ഒരു കോടതിയിൽ ചെന്ന ഒരു നിയമം ഉദ്ധരിക്കുമ്പോൾ, ഒരു റൂള് പറയുമ്പോൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പോലെ വേണം ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയേണ്ടതില്ലല്ലോ. അടിതെറ്റിയാൽ ആനയും വീഴും. മനുഷ്യനെ ആദ്യം തന്നെ സാത്താൻ ചതിക്കുഴിയിലിട്ടതിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ ഒന്നാണ് നമ്മളിന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് പ്രിയരെ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയരെ. അങ്ങനെ ഒരിക്കലും പ്രസംഗിക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ആവശ്യം? പിന്നെ എന്തിനാണ് കർത്താവെ നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യം? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യരോടും പൂർണ്ണ ജ്ഞാനത്തോടും ദൈവകൃപയോടും നാം പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും സുവിശേഷം ഘോഷിക്കുന്നതും പിന്നെ എന്തിനാണ്? ഓൾറെഡി വി ആർ ഇൻ ദി സെയിം റിസംബ്ലൻസ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ എന്തൊരു അബദ്ധമാണ്. നിങ്ങൾ ദയവായി ചിന്തിക്കണം. തെറ്റാണെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തണം. ഒരുപാട് പേര് കലശലായി അനാവശ്യമായി ഇതിൻ്റെ പേരിൽ എന്നെ ചികിത്സിക്കണമെന്നൊക്കെയാണ് ഈ പറയുന്നത്. അവർ തന്നെത്താനെ ചികിത്സിക്കാൻ ആവശ്യമായിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. ആരും എന്തൊക്കെ പഠിപ്പിച്ചു? നമ്മൾ അങ്ങനെ തന്നെയോ എന്ന തിരുവെഴുത്തുകളെ നോക്കി പഠിക്കുമ്പോൾ അല്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആയിരുന്നുവെങ്കിൽ പാപത്തിൽ മനുഷ്യൻ അടിമയാവുമായിരുന്നു? ഇല്ല. ഒന്നാം മനുഷ്യൻ ലംഘനത്തിൽ അകപ്പെട്ടു, സ്ത്രീയല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒടുക്കത്തെ ആദമായി ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് ലോകം മുഴുവനും അംഗീകരിച്ചു. ബൈബിൾ മുഴുവനും അതിനെ സാക്ഷീകരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെപ്പോലെ ആകണം, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതിയെന്ന് കർത്താവ് പലപ്പോഴും
ശിഷ്യന്മാർ ഉപദേശിച്ചു. അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകേണ്ട അബദ്ധജടിലമായ ഈ ചിന്ത വിട്ടുകളഞ്ഞ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരിക്കലും ആദമിനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചുവെന്ന് ബൈബിളിൻ്റെ ഒരു പേജിലും പറയുന്നില്ല എന്നുള്ള സത്യം ഇന്നു മുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അറിവില്ലാത്ത കാലങ്ങളിൽ ഇങ്ങനെ പ്രസംഗിച്ചു, ദൈവം അത് ക്ഷമിക്കും. എന്നാലൊരു കാര്യം, ഇത് ദൈവത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ദൈവം ഭൂമിയിലിരിക്കുമ്പോൾ ഇവിടെ ചില ആളുകൾ നിന്ന് പ്രസംഗിക്കുകയാണ്, ആദമിനെ ഹവ്വയെയും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. വചനലംഘനം ദൈവത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടെയാണത്. നമ്മളോട് നമ്മുടെ അയൽവാസി പറയുകയാണ്, അപ്പുറത്തെ കേശവൻ്റെ മകൻ നിന്നെപ്പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് വേദന ഉണ്ടാകുകയല്ലേ? എന്തെല്ലാം അപഖ്യാതി, എന്തൊക്കെ ദുരൂഹത അതിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഗതി നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1:26 മുതലും കൊരിന്ത്യർ ലേഖനം ഒക്കെ വായിച്ച് ഒന്നും പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ പോരെ? അതോ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയണോ പ്രിയരെ? നമ്മൾക്ക് ഒരേ ഒരു ആഗ്രഹം, നമ്മുടെ കർത്താവിനെ പോലെ ആയിത്തീരണം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കുന്നേ നാദാം നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ഉറപ്പിക്കുന്നേ നാദാം നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ശൈശവപ്രായ വീഴ്ചകൾ, മോശമായുള്ള താഴ്ചകൾ, ശൈശവപ്രായ വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ എന്ന് പാടരുത്. മോശമായുള്ള താഴ്ചകൾ, മോശമായുള്ള താഴ്ചകളാണ്, മോശയാലുള്ള താഴ്ചകളൊന്നും അല്ല. ഇതുപോലെയാണ് നമ്മൾ അബദ്ധങ്ങൾ പുലമ്പുന്നത്. നീക്കുക മൂറ്റും നായകാം, ഏകുക നീൻ സമ്പൂർണത. യേശുവിൻ്റെ സമ്പൂർണതയാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്, അല്ലാതെ ആദമിൻ്റെ ഹവ്വയുടെയും അല്ല പ്രിയരെ. ആദം ഹവ്വയും കുഴഞ്ഞു പോയി, ഒരു ശോഭയില്ല. ഒരു 10-40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ആപ്പീസ് പൂട്ടി. അങ്ങനെയാണ്. ഇതൊക്കെ ദൈവമാണെന്ന് പറയണമല്ലോ പ്രിയരെ. ഈ മനുഷ്യനെയൊക്കെ ഈ കോലത്തിൽ കണ്ടിട്ട് നമ്മൾ അവരെയൊക്കെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അയ്യോ എന്തൊരു ആപദ്യം. നമ്മളവരെപ്പോൾ കർത്താവിനെ പോലെ ആകാം. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, നമ്മളെ താഴ്ത്തിയേൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഇന്നൊരു ചെറിയ മർമ്മം ഞങ്ങൾ വെളിപ്പെടുത്തി സംസാരിച്ചു. പലരും അത് കേട്ടു, പലർക്കും ആക്ഷേപം കാണും. കർത്താവെ, പണ്ട് മുതലേ പാടി വന്ന ഈ പാട്ട് അവരവസാനിപ്പിക്കട്ടെ. എൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. എൻ്റെ കേൾവിക്കാരായ എല്ലാവരെയും ഓർക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം. വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ള സഹോദരി സഹോദരന്മാർ ദൈവവചനം പഠിക്കട്ടെ കർത്താവെ. കർത്താവെ, നീ അവരെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പിന്നെയും കാണാം.